ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടിയിൽ കൂളിംഗ് ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കൂളിംഗ് ഒട്ടിക്കാനായിട്ട് പോകാം. നമ്മുടെ കൂടെ KJ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം അവനെ പോയി കൂട്ടാം. നമ്മൾ KJനെ കൂട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പോൾ അവനെ കൂട്ടിയിട്ട് നേരെ അങ്ങോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. ഓക്കെ, KJ നമുക്ക് പോസ്റ്റ് തന്നു. KJ ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് കേട്ടോ. ഗൈസ്, വേറൊരു സംഭവം ഉണ്ട്. നമ്മൾ എപ്പോൾ കൂൾ ചെയ്യാൻ പോയാലും നമുക്ക് കൂൾ ചെയ്യാൻ കഴിയില്ല അല്ലേ. എന്തെങ്കിലും ഒരു മുടക്ക് കൂളിങ്ങിനുണ്ട് അല്ലേ. ഇത് ഏതായിരുന്നു ബ്രാൻഡ്? ഇത് ഹൈ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡാണ്. ഇത് വാറന്റി കാര്യങ്ങളൊക്കെ 1 ഇയർ വരുന്നുണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ വലിയ JBL വലുതുണ്ട് കേട്ടോ. ഇതിന് എത്രയാ റേറ്റ് വരുന്നത്? അത് 9,500. അതിപ്പോ കാറില് വലിയ ബസ്സിലൊക്കെ കൊടുക്കുന്ന നല്ല വർക്കിംഗ്. ഞങ്ങള് വേറൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇവന്റെ വണ്ടിയിൽ ആ ബസ്സിൽ കൊടുക്കുന്ന സെയിം സാധനം. അപ്പം ഇതാണ് ശരിക്കും കാറിൽ വരുന്നത്. ഇത് എക്സ്ട്രാ ആംപ്ലിഫയർ ചെയ്യണ്ട, ഇൻക്ലൂഡ് ആയിട്ട് തന്നെ. പിന്നെ ഇവിടെ ഒരു 9 ഇഞ്ച് ഡിസ്പ്ലേ എടുക്കുന്നത് 5,500 വരുന്നു. 5,500 വരുന്നു. പിന്നെ 3,800 വാട്ട്സിന്റെ ഉണ്ട് കേട്ടോ. അത് വേൾഡ് ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ. അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? അത് പിന്നെ 3,800 വാട്ട് വരുന്നതാണ്. അതാവുമ്പോ ഏകദേശം 4 രൂപ. അതും ഇതേ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല വർക്കിംഗ് ഉള്ള 1 ഇയർ വാറന്റി വരുന്നത്. 1 ഇയർ വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇത് 9 ഇഞ്ച് ഡിസ്പ്ലേ അല്ലേ. 2GB 32 വരുന്നതാണ്. ആൻഡ്രോയിഡ് അല്ലേ. ആൻഡ്രോയിഡ് ബ്രാൻഡാണ്. ഇതൊരു യൂണിവേഴ്സൽ തന്നെയല്ലേ. ഫ്രെയിമിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഇത് എത്രയാ റേറ്റ് വരുന്നത്? ഇതാണെങ്കിൽ 8,500 വരും അല്ലേ. ഇതാണ് കേട്ടോ സാധനം. ഇതിന്റെ ലോ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ അത്ര ലോ നമ്മൾ ചെയ്യല്ല. അത് 1 ഇയർ വാറന്റി. ഇവിടെ ഏറ്റവും കുറഞ്ഞത് എത്ര റേറ്റിന്റെ? കുറഞ്ഞത് പറഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റിൽ 6 രൂപ 5,500 മുതൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ബ്രാൻഡ് മുതലാണ് ഇവിടെ ചെയ്തു തുടങ്ങുന്നത്. ഇവിടെ സ്റ്റാർട്ടിംഗ് എത്രയായിരുന്നു? ഇതാവുമ്പോ 8,500. അതിന് ഇവിടെ സ്റ്റാർട്ടിംഗ്. അതിനും താഴെയുള്ള സ്റ്റോക്ക് ഉള്ളതിൽ ലോ പ്രൈസ് ആണെന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ എന്ത് കാര്യമായാലും ഇവിടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾ എത്തിച്ചു കൊടുക്കും അല്ലേ. 9 ഇഞ്ച് ഇപ്പൊ 10 ഇഞ്ചും ഉണ്ട് അവൈലബിൾ. 9 ഇഞ്ചും 10 ഇഞ്ചും. എത്ര സ്റ്റാർട്ടിംഗ് ഇഞ്ച്? 7 ഇഞ്ച് മുതലുണ്ട് അല്ലേ. പുതിയ വണ്ടിക്കൊക്കെ എല്ലാവരും 9 ഇഞ്ച്. ഇപ്പൊ ഒരു ഇതെല്ലാവരും 9 ഇഞ്ച് 10 ഇഞ്ചിലേക്ക് അല്ലേ പോകുന്നത്. പിന്നെ ബ്രാൻഡ് ഫ്രണ്ടും ബാക്കും ക്യാമറ ഇൻക്ലൂഡ് ആയിട്ട് വരും. എല്ലാം കൂടി വരുന്ന സെറ്റ് ആണല്ലേ. ഇതിന്റെ റേറ്റ് എത്രയാണ്? 32. ഇതാവുമ്പോ 16 രൂപ മുതൽ 16. 9 ഇഞ്ച് ആണെങ്കിലും 9 ഇഞ്ച് അല്ലേ. 16 രൂപ ഉണ്ടെങ്കിൽ ബാക്ക് ക്യാമറ എല്ലാം ഉണ്ട് അല്ലേ. ഫ്രണ്ട് ക്യാമറ റെക്കോർഡിംഗ് ഒക്കെ വരുന്നത്. പിന്നെ 360 ഡിഗ്രി ക്യാമറ ചെയ്യുന്നില്ല. 360 ചെയ്യാം. അത് എത്ര റേറ്റ്? അത് ബ്രാൻഡിനനുസരിച്ചാണ്. അത് 16 രൂപ മുതൽ സ്റ്റാർട്ട്. അത് എല്ലാ വണ്ടിക്കും പറ്റുമോ? എല്ലാ വണ്ടിക്കും ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്ന. അതായത് ഇപ്പൊ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ കയറ്റിയിട്ട് അതിന് പുറത്തായി ചെയ്യാൻ പറ്റും. ലോക്കൽ ആൻഡ്രോയിഡിലൊന്നും 360 സപ്പോർട്ട് ആവില്ല. അപ്പം ഇപ്പൊ എന്റെ അൾട്ടോയിലേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ കഴിയും. നല്ല അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഇട്ടാൽ മതി. അങ്ങനെ ഇട്ടിട്ട് അതിന്റെ കൂടെ ചെയ്യാം. നമുക്ക് ഇവിടെ ബുള്ളറ്റിന്റെയും അതേപോലെ തന്നെ ജീപ്പിന്റെ ഒക്കെ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറെ മഫ്ലർ കാണാൻ പറ്റും. ഇത് സൗണ്ട് ഒന്നും ചേഞ്ച് ആവില്ലെങ്കിലും നമുക്കൊരു എന്താ പറയാ, ഒരു ഭംഗിക്ക് കൊടുക്കാനായിട്ട് പറ്റും. അല്ലാണ്ട് സൗണ്ട് ചേഞ്ച് കാര്യങ്ങളൊന്നും വരില്ല. പല ഡിസൈനിൽ ഇവിടെ മഫ്ലർ അവൈലബിൾ ആണ്. ഒട്ടുമിക്ക എല്ലാ ആക്സസറീസും, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം ഐഡിയും അതേപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ സർവീസിൽ അവിടെ എത്തിക്കുന്നതാണ് കേട്ടോ. ആ ചെറിയ ആക്സസറീസ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഗിയർ നോബ്സിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെ കംപ്ലീറ്റ് ഗിയർ നോബ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇത് നമുക്ക് പാർക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അതായത് പല ലൈറ്റിൽ കത്തുന്ന, ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ക്രിസ്റ്റലിൻ്റെ ആ ഒരു ഗിയർ നോബും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ വണ്ടിയിൽ ബാക്കിൽ ആംബ്രസ്റ്റിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചാർജിങ് പോർട്ടാണ് കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റം ആൻഡ്രോയിഡ് മാത്രമല്ല, നമുക്ക് പഴയ മോഡൽ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതും ഇവിടെ അവൈലബിൾ ആണ്. പല ടൈപ്പ് വീൽ കപ്പും അവൈലബിൾ. അതാ കണ്ടോ, ഇതിപ്പം അതിലൊന്നാണ്. ഇത് കണ്ടോ, ഇവിടെ റെഡൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ ഉള്ള വീൽ കപ്പുകൾ ഇവിടെ വരുന്നുണ്ട്. അൾട്ടോയ്ക്കൊക്കെ പറ്റുന്ന ആ ഒരു വീൽ കപ്പാണ് കേട്ടോ. 12 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ഇതാ വേറൊരു വീൽ കപ്പ്. ഇത് അത്യാവശ്യം വലിയ സൈസാണ് കേട്ടോ. ഇത് 16 ഇഞ്ചാണ് കേട്ടോ ഈ ഒരു വീൽ കപ്പ്. വീൽ കപ്പിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഫുൾ സിൽവർ ഒക്കെ ആണെങ്കിൽ അൾട്ടോന്റെ ഒക്കെ 750 രൂപ മുതൽ 750. വേറെ കളർ 880 900 രൂപ.
പിന്നെ ബ്രാൻഡ് ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്, സൈസിനനുസരിച്ചും ക്വാളിറ്റിക്ക് അനുസരിച്ചും പ്രൈസിൽ. 16 ഇഞ്ചൊക്കെ എത്രയാണ് റേറ്റ് വരുന്നത്? ഇതാവുമ്പോൾ പിന്നെ നോർമൽ സെമി ബ്രാൻഡ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 1000 രൂപ ഒക്കെ വരും. പിന്നെ അതിന്റെ മുകളിലേക്ക് വരും 900 രൂപ 880 രൂപ മുതലുണ്ട്. ക്വാളിറ്റിക്ക് അനുസരിച്ച് ആംബ്രസ്റ്റ് ഇങ്ങനെ സാധാ വുഡിന്റെ ടൈപ്പ് ഇവിടെ ഉണ്ട് അല്ലേ. ഇതിപ്പോ എല്ലാ വണ്ടിക്കും പറ്റിയിട്ടുള്ള ആംബ്രസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് എത്ര കളറിൽ ആംബ്രസ്റ്റ് ചെയ്യുന്നുണ്ട്? ബേജ് കളറും ബ്ലാക്കും. ബേജും ബ്ലാക്കും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കും. നമ്മൾ സീറ്റ് കവറിന്റെ കൂടെ നമുക്ക് ഓർഡർ തരികയാണെങ്കിൽ അതില് സീറ്റ് കവറിന്റെ ഒരുമിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ ആംബ്രസ്റ്റ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം കുഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം സ്റ്റിയറിംഗ് വീൽസ് ഒക്കെ മോമോന്റെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ പല ടൈപ്പ്. ഇത് നമുക്ക് ആ ലോക്കുള്ള ആ ഒരു സ്റ്റിയറിംഗ് വീലാണ്. തിരിച്ച് ലോക്ക് നമുക്ക് ഊരാൻ പറ്റുന്ന ആ ഒരു സ്റ്റിയറിംഗ് വീലേ. അപ്പോൾ ഊരാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ഇതും അതേപോലത്തെ അല്ലേ ഇത് കൊടുക്കുന്ന രണ്ട് സെയിം തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. അതായത് എപ്പോൾ വേണേലും ഊരി വെക്കാം ആ ഒരു ടൈപ്പ്. പിന്നെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇത്. ഇത് കണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം തടിയുണ്ട്, പിന്നെ കുറച്ച് കോമ്പാക്റ്റ് ആണ്. മറ്റേത് കുറച്ച് വലുപ്പമുണ്ട്, ഇത് കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് എത്രയാ? സ്റ്റിയറിംഗ് വീൽ മാത്രമാണെങ്കിൽ 2 രൂപ. 2 രൂപ. അപ്പം അത് പിന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഹബിന്റെ ആവശ്യം കൂടെ വരും. അപ്പൊ അതിന്റെ റേറ്റ് എത്രയാ? അത് ഹബ് ഏകദേശം 500. ടോട്ടലായിട്ട് ഒരു 2500 അല്ലേ? അപ്പം അതിന്റെ അത് അറേഞ്ച് ചെയ്യുന്നതായിരുന്നു 2500. മാറ്റമൊന്നുമില്ല അല്ലേ? പിന്നെ ഇവിടെ നെക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇത് നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 300 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. 300 രൂപ മുതൽ അല്ലേ? പിന്നെ ഹെവി ക്വാളിറ്റി ഉണ്ട്, 1200 രൂപ ഒക്കെ വരുന്നത്. അത് ഇതിനേക്കാളും സോഫ്റ്റും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റ് കംഫർട്ട് ആയിട്ട് വരുന്നത്. നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗ് വീലിന്റെ ആ ഒരു കവർ സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് ടൈപ്പ് ലെതർ ടൈപ്പ്. ഇതിനൊക്കെ റേറ്റ് വരുന്നത് എത്രയാ? ഇത് പല കളർ. 500 മുതൽ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് പറ്റ ലോ ക്വാളിറ്റി ആണെങ്കിൽ 250 രൂപ മുതൽ തന്നെ മെറ്റീരിയൽ ഉണ്ട്. ചെയ്ത് വന്നിട്ടുള്ള ഇതിന് കവറിനൊക്കെ എത്രയാ? അത് മെറ്റീരിയലിനനുസരിച്ചാണ് 250 മുതൽ. ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ 500 രൂപ. 500 രൂപയ്ക്കാവും. സീറ്റ് കവറിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? ഇവിടെ റെഡിമെയ്ഡ് ആയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓർഡറിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കും? റെഡിമെയ്ഡ് വരുന്നുണ്ടോ? റെഡിമെയ്ഡ് ഇല്ല ഇവിടെ ചെയ്യുന്നില്ല അല്ലേ? അപ്പം ഓർഡറിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഡെമോ ആയിട്ട് വെച്ചിട്ടുള്ള ഓരോ സീറ്റ് കവേഴ്സാണ് ഇവിടെ ഈ കാണുന്നത്. ഇവിടെ റെഡ് അതേപോലെ തന്നെ പല ടൈപ്പ് സീറ്റ് കവേഴ്സ് ഇവിടെ ഡെമോക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതേപോലത്തെ ഒരു സീറ്റ് കവർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം എത്ര രൂപയും? അത് മെറ്റീരിയലിനനുസരിച്ച് 4000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പം മെറ്റീരിയൽ അനുസരിച്ച് സെയിം ആയിട്ടുള്ള സംഭവം ചെയ്ത് കൊടുക്കും അല്ലേ? ഏത് മോഡലും പിന്നെ മെറ്റീരിയൽ പറഞ്ഞനുസരിച്ച് റേറ്റ് വരും. 10 രൂപ വരെ വരുന്ന സീറ്റ് കവർ ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ഞാൻ കാണിച്ചു തരാം. അലോയ്സ്, അതായത് ഏത് ടൈപ്പ് അലോയും ഇവർ എത്തിച്ചു തരും അല്ലേ? ഇപ്പൊ മോഡൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കും അല്ലേ? അപ്പം ഇപ്പൊ ഇവിടെ ഉള്ള ഡെമോ പീസ് എന്ന് പറഞ്ഞതാ ഒരു അലോയ്. ഇതിന്റെ റേറ്റ് എത്രയാ? അത് 13 സൈസ്. 16 രൂപ അല്ലേ? അപ്പോൾ അതെ 16 രൂപയുടെ അലോയ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള അലോയ് ആണ്, നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് ടൈപ്പ് ആണ് കേട്ടോ വരുന്നത്. വണ്ടിയൊക്കെ കഴുകാനായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷാമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രാൻഡിന്റെ ഇതാണ് അല്ലേ? ഇത് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഷാമ്പു ആണ് കേട്ടോ. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പോളിഷിങ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റൂല. അതിന്റെ പോളിഷിങ്ങിന്റെ കുപ്പിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. പിന്നെ പെർഫ്യൂം ഏതൊക്കെ ടൈപ്പ് വരുന്നത്? ഇതിനൊക്കെ റേറ്റ് എത്ര വരുന്നത്? 300 രൂപ. 300 രൂപ വരും അല്ലേ? പോളിഷിങ്ങിന്റെ കമ്പനിക്ക് അനുസരിച്ച് 70 രൂപ മുതൽ 70 രൂപ. പിന്നെ സാമ്പിൾ പാക്കറ്റ് ഉണ്ട് 20 രൂപ വരുന്നുള്ളൂ എല്ലാത്തിന്റെ. പിന്നെ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ പെർഫ്യൂം ഇങ്ങനെ നമ്മൾ സാധാ തൂക്കുന്ന ടൈപ്പ് ഉണ്ട്, എക്സ് ഉണ്ട് തൂക്കിയിടുന്നേ. അതൊക്കെയാണെങ്കിൽ 100 രൂപ മുതൽ. എക്സിനെ പല ടൈപ്പ് ഉണ്ട് പല ഫ്ലേവറുകളായിട്ട് പല ഫ്ലേവറാണ് കേട്ടോ. ഓരോ ബ്രാൻഡിങ്. പിന്നെ അങ്ങനത്തെ പെർഫ്യൂംസിനൊക്കെ എത്രയാ? അതൊക്കെ പെർഫ്യൂം അല്ലേ അല്ലെങ്കിൽ ടൈപ്പ് ആയിട്ട് വരുന്നത്? അതിനൊക്കെ എത്ര റേറ്റ്? 150 300 ഓരോ കമ്പനിക്ക് ടൈപ്പ് ഒക്കെ. അതൊക്കെ ആണെങ്കിൽ 390 380 ഒക്കെ. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ ഡീറ്റെയിൽസ്. കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഷോപ്പ് എവിടെയാ, ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഇത് നമ്മുടെ കാലിക്കറ്റ് ടു യൂണിവേഴ്സിറ്റി പോകുന്ന വഴിക്ക് നമ്മുടെ രാമനാട്ടുകര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പാലം കയറി ഇറങ്ങുന്ന തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിക്ക് കാണിച്ചു കൊടുത്താൽ
നിങ്ങൾക്ക് കൊറിയറായിട്ട് അവർ ചെയ്തു തരും കേട്ടോ. നമ്മുടെ കൂളിംഗ് ഏതുവരെ ആയി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ. കൂളിംഗ് ഇപ്പം ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടിക്കുകയല്ല, ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് നമ്മളൊന്ന് ഹീറ്റ് ആക്കിയിട്ട് വേണം അത് ഒട്ടിക്കാനായിട്ട്. അപ്പം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം 4 മണിക്കൂറോളം എടുക്കും കേട്ടോ ഈ കൂളിംഗ് ചെയ്യാനായിട്ട്. വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം ആ ഒരു ഡോറ്, ഫ്രണ്ടിലെ ഡോറ് മാത്രമേ ഇനി ചെയ്യാനായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി. അതായത് നമ്മുടെ ഈ ഒരു ഫോഗ് ലാമ്പ് ഉണ്ടല്ലോ, ഇത് പൊട്ടിപ്പോയി. അപ്പം ഇതിങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഉള്ളിൽ എന്തായാലും വെള്ളം കയറിയിട്ട് ഷോർട്ടാവുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരും. അപ്പോൾ വെച്ചിരിക്കൂല. നമ്മൾ ഫോഗ് ലാമ്പ് ചേഞ്ച് ചെയ്യുകയാണ്. ഈ ടൈപ്പ് ഫോഗ് ലാമ്പാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പം ഇതെന്തായാലും ചേഞ്ച് ചെയ്യാം. ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പണിയായി. ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പണീൻ്റെ മുകളിൽ പണിയാവും. നമുക്ക് എന്തായാലും ഫോഗ് ലാമ്പ് അത് ഊരി വെക്കാനും പറ്റില്ല. കാരണം അവിടെ ആ ഒരു ഹോൾസ് ഉള്ളതുകൊണ്ടായി. അതുകൊണ്ട് എന്തായാലും വേറെ ഫോഗ് ലാമ്പ് ഇട്ടേ മതി വരുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു ടോട്ടൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഗ്ലാസ് കൂൾ ചെയ്ത് അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് ചേഞ്ച് ചെയ്തു കേട്ടോ. ഇപ്പോൾ ടോട്ടലായിട്ടുള്ളൊരു ലുക്ക് നോക്കിയേ, ഒരു രക്ഷയില്ല കാണാനായിട്ട്. അടിപൊളി. ഇപ്പോൾ ഗൈസ് എന്താ പറയുക, ഈ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ. നമ്മൾ 3-4 ദിവസത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം നമ്മൾ വണ്ടിയിൽ കൂൾ ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ എന്താ, ഈ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.